ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടെമ്പിൾ വിസിറ്റ് ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയത്തുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ടെമ്പിളിലേക്കാണ്. രുദ്രന് മൊട്ടയടിക്കാനായിട്ട് പഴനിയിലേക്കാണ് ലാസ്റ്റ് നമ്മൾ ഇത്രയും ലോങ് ട്രാവൽ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മൾ കോട്ടയത്തേക്കാണ് വരുന്നത്. വടക്കുനാഥന്റെ മണ്ണിൽ നിന്ന് ഏറ്റുമാനൂരപ്പന്റെ മണ്ണിലേക്ക്. രാവിലെ ഒരു 5:30-5:45 ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 8:30 ആകുമ്പോഴേക്കും നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ചായക്കട കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ഒരു ചായയൊക്കെ കുടിച്ചു. അത്യാവശ്യം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാരി എടുത്ത് വന്ന സ്ഥിതിക്ക് അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഈ ഒരു അമ്പലത്തേക്ക് വരാൻ തന്നെ കാരണം തക്കുടുവാണ്, എൻ്റെ അനിയത്തി. അവൾ കോട്ടയത്താണ് PGക്ക് പഠിക്കുന്നത്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് കോട്ടയത്ത് ഏറ്റുമാനൂർ അമ്പലത്തേക്ക് ഇങ്ങനെ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പം മുതലേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളതാണ് ഏറ്റുമാനൂർ അമ്പലത്തേക്ക് ഒരു ദിവസം പോകണം എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ അവളുടെ PG കഴിഞ്ഞു. ഇനി അവളുടെ ഹോസ്റ്റലിൽ പോയിട്ട് അവളുടെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ എന്തായാലും കാറിൽ അവിടെ വരെ പോകണം. അപ്പൊ പിന്നെ അമ്പലത്തേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പഴനിയിലേക്ക് പോകുമ്പോൾ ഛർദ്ദിച്ചത് എനിക്ക് നല്ല ഓർമ്മയുള്ളതുകൊണ്ട് ഇപ്രാവശ്യം എന്റെ ഫ്രണ്ട് ബട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഛർദിയുടെ മരുന്ന് കഴിച്ചിട്ട് പോയാൽ മതി, അത് കഴിക്കുമ്പോൾ ചെറിയൊരു ഉറക്കമത്ത് ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായി. അവിടെ നിന്ന് കയറുമ്പോൾ ഉറങ്ങി ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എണീറ്റത്. പിന്നെ എനിക്കൊരു കസ്റ്റമറിന്റെ വർക്ക് ഏറ്റുമാനൂർ കൊടുക്കാനുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ പോകുന്നത് കൊണ്ട് ആ ഒരു വർക്ക് ഞാൻ നേരിട്ട് തന്നെ കൊടുത്തു. തലേദിവസം ഉറക്കമൊഴിച്ചിരുന്ന് ആ ഒരു വർക്ക് ചെയ്യാനിരുന്നുകൊണ്ട് അതിന്റെ ഒരു ഉറക്കക്ഷീണം കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കാറിൽ ഉറങ്ങി തീർത്തു. അങ്ങനെ നമ്മൾ ഒരു 8:30 ആയപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അത്രയധികം തിരക്കായിരുന്നു. കുറെ ടൂറിസ്റ്റ് ബസ്സിലും കാറിലൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കർക്കിടക മാസം ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. രുദ്രനെ അമ്പലത്തിൽ ഇട്ട് പോകാനായിട്ട് ഒരു ജുബയും മുണ്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്റെ വല്യച്ഛൻ അവന്റെ 1ാം പിറന്നാളിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ അത് ഇന്നാണ് ആദ്യമായിട്ട് ഇടുന്നത്. കുറെ ആൾക്കാർ ഇങ്ങനെ പുതിയ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ആള് നല്ല ഹാപ്പിയാണ്. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി. അവിടെ തൊഴാനുള്ള രീതികളൊന്നും ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. തക്കുടു അമ്പലത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് പറഞ്ഞെന്ന ഏകദേശം ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കയറിയിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ കിടാവിളക്ക് ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം കൃഷ്ണന്റെ അമ്പലത്തേക്ക് പോയപ്പോൾ അവിടെയാണ് കിടാവിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അറിഞ്ഞത് ഇവിടെ വലിയൊരു വിളക്കുണ്ട്, അവിടെയും കിടാവിളക്ക് കത്തിക്കണം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ രണ്ടാമതും കുറച്ച് എണ്ണയൊക്കെ മേടിച്ചിട്ട് അവിടത്തെയും കിടാവിളക്കിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അവളുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നേനെ എങ്ങനെയാണ് തൊഴണ്ടേന്നൊക്കെ. ഇപ്രാവശ്യം അവളില്ലാത്തതുകൊണ്ട് ഓരോരുത്തരായിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ തൊഴുതത്. അങ്ങനെ അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിച്ച് ചുറ്റും പ്രദക്ഷിണൊക്കെ വെച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. കാര്യം നല്ല ആളുകളുണ്ട്, കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഗുരുവായൂരും പഴനിയിലൊക്കെ അങ്ങനെ ക്യൂ നിന്ന് തൊഴേണ്ട പോലെയുള്ള അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും തൊഴാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴുത് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിന്റെ പുറത്ത് നന്ദിയുടെ മേലെ മഹാദേവൻ ഇരിക്കുന്ന രീതിയിൽ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ നന്ദിയുടെ ചെവിയിൽ ഒരു ചെവി പൊത്തിപ്പിടിച്ച് മറ്റേ ചെവിയിൽ നമ്മുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടല്ലേ? അങ്ങനെ എനിക്കുണ്ട് കുറച്ച് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. അതിലൊരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആഗ്രഹത്തിലൂടെ വേണം ബാക്കിയുള്ള എന്റെ സ്വപ്നങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട്. അപ്പൊ അത് എന്തെങ്കിലും സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ അവിടെ അടുത്തുള്ള ഒരു ആര്യാസിൽ പോയിട്ട് നല്ലൊരു മസാല ദോശയും വടയും കാപ്പിയൊക്കെ കുടിച്ചപ്പോഴാണ് മനസ്സിനൊരു സംതൃപ്തിയായത്. നമ്മുടെ തൃശ്ശൂരുള്ള ഭാരതിലെ രാധാകൃഷ്ണയിലൊക്കെ കിട്ടുന്ന പോലെ വലിയ മസാല ദോശ ഒന്നുമല്ല, കുഞ്ഞു മസാല ദോശയായിരുന്നു. പിന്നെ വടയൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ബില്ല് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഈ ഒരു ജല്ലി മിഠായും കൂടി ഞാൻ മേടിച്ചു. പിന്നെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. കാറിൽ കയറിയതും ഉറങ്ങിയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനിടയിൽ നമ്മൾ തക്കുടുവിന്റെ ഹോസ്റ്റലിൽ പോയിട്ട് അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ഹോസ്റ്റലായിട്ട് എന്നേക്കുമായിട്ട് ബൈ ബൈ പറഞ്ഞു. ആ ടൈമിൽ ഞാൻ എന്റെ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു ചുരിദാർ എടുത്തിട്ടു. കാറിൽ കയറിയ അപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ടൈമിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെയും തക്കുടു എടുത്ത വീഡിയോസ് ഒക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. അത് ശരിക്കും ഒരു വീട് പോലെയായിരുന്നു. ഓരോ റൂമിലും ഓരോ ഫാമിലീസിനെയാണ് ഇങ്ങനെ ഇരുത്തുന്നുണ്ടായിരുന്നത്. ശരിക്കും ഒരു വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ആംബിയൻസ്. രാവിലെ വെജ് കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് എന്തായാലും നോൺ ആക്കാന്ന് വിചാരിച്ചു. ഞാൻ പൊറോട്ടയും ബീഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡ്രൈവർ ചേട്ടനും അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയച്ഛനും ഊണാണ് പറഞ്ഞത്. അതിന്റെ കൂടെ കൊഴുവ ഫ്രൈയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കുടു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രുദ്രൂന് നമ്മൾ പത്തിരിയും പഴവും മുട്ടയും അങ്ങനെ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാറിലിരുന്ന് അവനുള്ള ഫുഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ഒരു ഐസ്ക്രീം എല്ലാവരും മേടിച്ച് അതും കഴിച്ചു. അങ്ങനെ വൈകിട്ട് ഒരു 5:30 ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.